ഗുഡ് മോർണിംഗ് മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയൊക്കെ കഴുകാമെന്നും വെച്ചിട്ടൊക്കെ എണീച്ചപ്പോഴത്തേക്കും പുറത്ത് നല്ല സൗണ്ട് കേൾക്കുന്നു. അപ്പോഴേ തുറന്നു നോക്കിയപ്പോഴത്തേക്കും കണ്ട കാഴ്ച ഇതാണ്. എന്താ തണുപ്പെന്ന് നോക്കിയാണ്. അപ്പോഴേ ഇതാണ് ഇന്നത്തെ ദിവസം മഴ കൊണ്ട് പോയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ ഡ്യൂട്ടി വരുമെന്ന്, ഈ മഴ തോന്നുന്നതിന് ശേഷം എന്തൊക്കെ ഡ്യൂട്ടി വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഡോർ അടച്ചേക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ റൂമിനകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോറ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പം പുറത്തോട്ടൊന്നും പോകാത്തതുകൊണ്ട് അകത്ത് കുറച്ച് കഞ്ഞി വയ്ക്കാന്നുള്ള പരിപാടിക്ക് കേട്ടോ. വെള്ളം തിളപ്പിച്ച് അരിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഗ്യാസിന് എന്തോ ചെറിയ സ്പീഡ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെ പോകുന്നു. മഴ ഡ്യൂട്ടി അല്ലെങ്കിൽ മഴക്കാല ഡ്യൂട്ടി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മളെ കഞ്ഞി റെഡി ആയിട്ടോ. അപ്പോൾ കഞ്ഞി ആവശ്യത്തിനുള്ള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പുകയൊക്കെ പോകുന്നുണ്ടല്ലേ, നല്ലോണം കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കി വന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ എന്താണ് ചോറ് ഊറ്റിയിടുന്നത് വെച്ചാൽ വാത്തിടുന്നത്. പല സ്ഥലത്തും പല രീതിക്കാണ് പറയുന്നത്. നമ്മളിവിടെ അരി ഊറ്റുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അടിയിൽ 2 പാത്രം വെച്ചിട്ട് ഇങ്ങനെ 2 ക്ലിപ്പ് കൂടെ കൊടുത്തിട്ട് ചെറിയ പാത്രം ആയിട്ടൊന്ന് വീണ് പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് എന്തായാലും ഇത് നല്ല ചൂട് കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിച്ചതിന് ശേഷം പുറത്തിറങ്ങി നോക്കണം. മഴ തോന്നിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് വണ്ടിയിലെ ഗ്ലാസ്സൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ചിടണം കേട്ടോ. അപ്പോഴേ നമുക്ക് കഞ്ഞി കുടിച്ചതിന് ശേഷം കാണാം. പോകുന്നുണ്ടല്ലേ, എന്താ രസം. പൊതുവായിട്ട് വന്നിട്ട് എത്രയൊക്കെ നമ്മൾ കഞ്ഞി വെച്ചാലും നാട്ടിലത്തെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഇതിലൂടെ അച്ചാറോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കാനേ. ഇപ്പോൾ ഒന്നുമില്ല, കഞ്ഞി മാത്രമേ ഉള്ളൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. എന്താ ചൂട്. 2 hours later. അപ്പോൾ 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു കടയിൽ പോകാൻ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗുബൂസ് വാങ്ങിക്കൊണ്ട് വരാനായിട്ട്. ഗുബൂസ് വാങ്ങണം. പിന്നെ വേറെ ഒന്നുമില്ല, ഗുബൂസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല മഴക്കോള് വീണ്ടും അടച്ചിരുട്ടി വരെയുണ്ട് കേട്ടോ. എന്തായാലും വണ്ടി മൊത്തം പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് മേളിൽ മൊത്തം ചെളിയൊക്കെ ആയി കിടക്കുകയാണ്. ഇവിടുത്തെ മഴവെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ കൂടെ തന്നെ ചെളിയും വരും. ഈ പൊടിയും കൂടെ കിടന്ന് പറക്കുന്നുണ്ട്. എല്ലാം കൂടെ സ്പ്രെഡായി മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കാറിപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാ. കണ്ടില്ലേ, ഇവിടെ എല്ലാം കാണാൻ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. പോയിട്ട് ഗുബൂസ് മേടിച്ചിട്ട് വേഗം വരാം. അപ്പോൾ സ്ഥിരം ഗുബൂസ് വാങ്ങുമ്പോഴത്തേക്കും പലർക്കും ഡൗട്ട് കാണും, ഇവിടെ എന്താ എല്ലാവരും എന്നും ഗുബൂസാണോ കഴിക്കണമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും, നമ്മുടെ വീട് മാത്രമല്ല പൊതുവെ സൗദികളെല്ലാവരും ഡെയിലി ഒരു തവണയെങ്കിലും ഗുബൂസ് കഴിക്കാത്തവരല്ല. അവർക്ക് ഈ ചെറിയ ഭക്ഷണം. യെസ്, അപ്പോൾ നമ്മൾ ഗുബൂസ് വാങ്ങി ഇനി പെട്ടെന്ന് ഇത് കൊണ്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് വന്നിട്ട് ഒരു ഡ്യൂട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1:15 വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. വണ്ടി ഇതുവരെ വീട് എത്തിയില്ല. പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ എന്തിനും മെസ്സേജ് അയച്ചെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും നമുക്കിത് കൊണ്ട് കൊടുത്തിട്ട് വേഗം അടുത്ത ഡ്യൂട്ടി നോക്കാം. ലൊക്കേഷൻ വന്നിട്ടുണ്ട്. എങ്ങോട്ടാണ് നോക്കാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. നമുക്ക് പോവാം. വണ്ടി തുടയ്ക്കാനുള്ള സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഡ്യൂട്ടിക്ക് പോകണം. ഇതാണ് അടുത്ത പരിപാടി. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പറയണം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വണ്ടിയിലോട്ട് പോകാം. വണ്ടിയിലോട്ട് പോയിട്ട് മറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഇടാം. ഗ്ലാസ്സൊക്കെ സമയം കിട്ടാൻ പാടാണ്. 1:05 കേട്ടോ പറഞ്ഞത്. ഇപ്പം തന്നെ 1 മണി കഴിഞ്ഞു. മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ വേറെ സംഭവം ഉണ്ടായി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുബൂസ് വാങ്ങാൻ നിന്ന സ്ഥലത്ത് വെച്ചിട്ട് മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് അതിനകത്ത് ലൊക്കേഷൻ കൂടെ അയച്ചു തന്നു കേട്ടോ. ഞാൻ റൂമിൽ വന്നിട്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ലൊക്കേഷൻ ഇല്ല. ലൊക്കേഷൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഒന്നില്ലെങ്കിൽ ലൊക്കേഷൻ വേറെ എങ്ങോട്ടെങ്കിലും ചേഞ്ച് ആയി കാണും, അല്ലെങ്കിൽ അയച്ചത് തെറ്റിപ്പോയി എന്തെങ്കിലും സംഭവമായിരിക്കും. അതായത് നോക്കാം എങ്ങോട്ടാണ് ഏതാണെന്നുള്ളത്. പക്ഷെ അപ്പോഴേ ഇന്ന് നോക്കിയാൽ മതിയായിരുന്നില്ലേ. നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലം അടുത്താണോ ഇനി ദൂരെയാണോ, എത്ര മണിക്ക് തിരിച്ചെത്താൻ പറ്റും. നമുക്ക് ആ ലൊക്കേഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഊഹം കിട്ടും. എപ്പോൾ പോയാൽ എപ്പോൾ വരാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണോ, പോകുന്ന സ്ഥലം വല്ല മാളും ആണോ, അതെങ്കിൽ ഏതെങ്കിലും വീടാണോ, ഇതൊക്കെ നമുക്ക് ആ ലൊക്കേഷനിൽ കൂടെ അറിയാൻ പറ്റും കേട്ടോ. അതാണ് ലൊക്കേഷൻ അയക്കുന്ന സ്പോട്ടിൽ തന്നെ നോക്കണമെന്ന് പറയുന്നത്. എന്ത് പറ്റി എന്നറിയത്തില്ല. ഇനി വല്ല ചേഞ്ചും ആയി കാണും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. യെസ്, അപ്പം നമ്മൾ ഒലയ സ്ട്രീറ്റിലെ സാൻ കർലോ എന്ന് പറഞ്ഞ കോഫി ഷോപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. കോഫി ഷോപ്പ് ഇതാ പുറകിലോട്ട് കാണാൻ സാധിക്കും. ഇതാണ് കോഫി ഷോപ്പ്. എന്തെല്ലാം വലിയ ബിൽഡിങ്ങല്ലേ, എന്താ രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്.
ഈ ക്യാഷ് ടീമുകളാണ് കൂടുതലും കോഫി കുടിക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കിതാ ഈ പാർക്കിങ്ങിൽ കാണാൻ പറ്റും ഒരുപാട് BMW ബെൻസൊക്കെ കിടപ്പുണ്ട്. പറയും പോലെ ഇതെന്താണെന്ന് അറിയില്ലല്ലോ. ഇത് കൊള്ളാലോ. ഇതെന്താ സംഭവം? അപ്പോൾ മച്ചാന്മാരെ ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ ഇലയെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഈ മരം വന്നിട്ട് മഞ്ഞനാത്തി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിലെ. സംഭവം കൊള്ളാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് എപ്പോഴും വരുമെന്ന് അറിയത്തില്ല. നമുക്കിവിടെ എന്തായാലും ഇരിക്കാം. നമ്മളെ വണ്ടി ഇതാ ഈ സൈഡിൽ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ഈ സൈഡിൽ ഫുള്ള് പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും 2-3 വണ്ടികളൊക്കെ ഇടാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി പോയിരിക്കാം. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് കേട്ടോ. അടിപൊളി ക്ലൈമറ്റാണ് ഇന്നത്തെ ദിവസം വന്നിട്ട്. നമുക്ക് എന്തായാലും അടുത്ത ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല. നോക്കാം എന്താണ് ഏതാണെന്ന് വെച്ചിട്ട്. ഓക്കെ, 3 hours later. അപ്പം സമയം വന്നിട്ട് 4:16 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തി കേട്ടോ. 1:10 പോയതാണ്. ഏകദേശം 3 മണിക്കൂറോളം സമയം പോയി. പിന്നെ മഴയൊക്കെ പോയി കേട്ടോ. മഴയെല്ലാം തോന്നിട്ട് ഇപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട് ഇപ്പോഴും. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഇന്നിപ്പോൾ തുടയ്ക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നൈറ്റ് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഒന്നും ചെയ്യണ്ട. രാവിലെ നേരത്തെ എണീച്ചിട്ടൊന്ന് ജസ്റ്റ് തുടച്ച് വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഡ്യൂട്ടികൾ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ വേറെ എങ്ങോട്ടെങ്കിലും പോകണോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല കേട്ടോ. ഒന്നും പറഞ്ഞിട്ടില്ല, സമയം ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് പോയിട്ട് റൂമിലോട്ട് പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം. ഫോൺ ചാർജ് ചെയ്യാണ്ട്. അപ്പോഴേ വേറെ എന്തോ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഡ്യൂട്ടി എപ്പോഴാണ് നോക്കിയിട്ട് കാണാം. ഓക്കെ, 2 hours later. വരെ സമയം വന്നിട്ട് 6:29 ആയപ്പോഴത്തേക്കും നമ്മളിതാ ഈ ബുക്ക് സ്റ്റോറിലോട്ടാണ് കേട്ടോ വന്നത്. ഒരു ഫോട്ടോ അയച്ചു തന്നിട്ട് അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി മേടിച്ച് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ പിക്കപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലത്തെ ബൊലോറോ പിക്കപ്പ് കണക്കത്തെ ടൊയോട്ട. അപ്പോഴേ നമുക്ക് പോയിട്ട് നേരെ സാധനം വാങ്ങിയിട്ട് വേഗം തിരിച്ചു വരാം. ഇപ്പോഴും വെച്ചാൽ പറയാം, ഇത് നമ്മുടെ നാട്ടിലത്തെ എൻജോടി പട്ടികയാണ് കേട്ടോ. നമ്മൾ എൻജോടി അതിൽ അറബിലാണ് എഴുതിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവാതിരുന്നതാണ് സംഭവം. ഇത് എൻജോടി പട്ടികയാണ്. ഇവിടെ ഇരിക്കുന്ന ബുക്കുകൾ കണ്ടോ, ഒരുപാട് ബുക്കുണ്ട്. വലിയൊരു ബുക്ക് സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം ഈ എൻജോടി പട്ടിക കൊണ്ട് കൊടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ എൻജോടി പേപ്പർ കൊണ്ട് കൊടുത്തതിന് ശേഷം പറഞ്ഞു പോയി പ്ലേറ്റ് എടുത്തിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ റൂമിൽ പോയിട്ട് പ്ലേറ്റ് കൊടുത്തിട്ട് നേരെ പോവുകയാണ്. ഇന്ന് എന്താണ് ഫുഡ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഡെയിലി കിട്ടും. നമുക്ക് വല്ലപ്പൊടിയൊക്കെ കിട്ടുള്ളൂ. കിട്ടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളത് നോക്കാൻ കേട്ടോ. അപ്പോഴേ നമുക്ക് നേരെ പോയിട്ട് ഫുഡ് കിട്ടിയിട്ട്. അപ്പോഴും മച്ചാന്മാരെ നമുക്ക് ഇന്ന് ഫുഡ് കിട്ടിയെന്നു വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ കളർ മന്തി റൈസാണ് കേട്ടോ. മന്തി റൈസ് ചെറിയ ചിക്കൻ പീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഇതാണ്. അപ്പോൾ ഇതാണ് വീട്ടിൽ നിന്ന് ഇന്ന് കിട്ടിയ സാധനം കേട്ടോ. അപ്പോഴും നമുക്കിത് കഴിച്ചതിന് ശേഷം ഇതിന് പിന്നെ വേറെ ഡ്യൂട്ടികളും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയത്തില്ല. ഇനി എന്തെങ്കിലും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. രാവിലത്തെ സമയം സെൻഡ് ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് സ്കൂളിൽ പോകുന്ന സമയം സെൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ എക്സാം തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.